മംഗലപുരം കഠിനംകുളത്തും സമാനമായ രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത. ആതിര എന്ന വീട്ടമ്മയെ സുഹൃത്ത് ജോൺസൺ കൊലപ്പെടുത്തിയത്. ഇന്ന് ഈ കേസിലെ പ്രതി ജോൺസനെ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. ഇതിനുശേഷമാകും തെളിവെടുപ്പ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ കൊലപാതകത്തിന് ശേഷമാണ് ഇയാൾ വിഷം കഴിച്ചതൊക്കെ. ഇപ്പോൾ അയാളുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായി സാധാരണഗതിയിലായ സ്ഥിതിക്ക് ഇന്ന് തന്നെ തെളിവെടുപ്പിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമോ? അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രദേശത്ത് വലിയ പ്രതിഷേധത്തിനൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു ക്രൂര കൊലപാതകം നടത്തിയ ആളെന്ന നിലയ്ക്ക്. ശ്രീജ, ഇന്നലെ രാത്രിയാണ് കഠിനംകുളം പോലീസ് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജോൺസൺ ഔസേപ്പിനെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് കസ്റ്റഡിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. കഠിനംകുളം സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരമെങ്കിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ എത്തിച്ച് പ്രാഥമികമായ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്കും തെളിവെടുപ്പടക്കമുള്ള തുടർ നടപടികളിലേക്കും കടക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നാണ് വിവരം. മറിച്ച് നേരിട്ട് തന്നെ തെളിവെടുപ്പിന് വേണ്ടി സ്ഥലത്തേക്ക് എത്തിച്ചാൽ അവിടെ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പോലും കൃത്യമായി പറയാത്ത ഒരു സാഹചര്യം ഇപ്പോഴുള്ളത്. കാരണം പ്രാദേശികമായ വലിയ തരത്തിൽ ഒരു വൈകാരികമായ ഒരു പ്രതിഷേധം ഉണ്ടാകാൻ ഇടയുണ്ട് എന്നൊരു മുൻകരുതൽ പോലീസിനുണ്ട്. ജനരോഷം ഉയരാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷം തന്നെയാണ് ജോൺസൺ ഔസേപ്പിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതെന്നാണ് കഠിനംകുളം പോലീസ് വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയുമായി പോലീസ് സംഘം എത്തും. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ആതിര വധക്കേസിലെ പ്രതി ജോൺസണെയാണ് ഇന്ന് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ പോകുന്നത്.